ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 102 മുഹൂർത്ത ചികിത്സ. ഭാഗം 102 മുഹൂർത്ത ചികിത്സ ഇവിടെ ആരംഭിക്കുന്നു. ചിറയിൻകീഴ്, വക്കം, കടയ്ക്കാവൂർ, അഞ്ചുതെങ്ങ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗുരുദേവൻ കൂടെ കൂടെ സഞ്ചരിക്കുക പതിവായിരുന്നു. അക്കാലത്ത് അവിടങ്ങളിലെ മിക്കവാറും എല്ലാ മുതിർന്നവർക്കും ഏതെങ്കിലും സന്ദർഭത്തിൽ ഗുരുദേവനെ ദർശിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പല കുടുംബക്കാരെയും ഗുരുദേവനും നേരിട്ടറിയാമായിരുന്നു. ഇങ്ങനെ ഗുരുവിന് പരിചിതനായിരുന്ന ഒരു ഭക്തനായിരുന്നു വക്കത്തുകാരൻ വേലായുധൻ. ഒരു ദിവസം ഗുരുദേവൻ വക്കത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ വേലായുധൻ രോഗബാധിതനായി സ്വഭവനത്തിൽ കിടപ്പാണെന്നറിഞ്ഞു. അപ്പോൾ തന്നെ ആശ്രിതവത്സലനായ ഗുരുദേവൻ വക്കത്തുള്ള വേലായുധൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. ആകസ്മികമായി വന്നു ചേർന്ന ഗുരുദേവനെ കണ്ട് എഴുന്നേൽക്കാനാവാതെ വേലായുധൻ സങ്കടപ്പെടുകയും വിങ്ങി വിങ്ങി കരയുകയും ചെയ്തു. ഗുരുദേവൻ അല്പനേരം വേലായുധൻ്റെ അടുത്തു ചെന്നിരുന്നു. അയാളുടെ വയർ ഭീതിതമാം വണ്ണം വല്ലാതെ പെരുകി വീർത്തിരിക്കുകയായിരുന്നു. മഹോദരം എന്ന രോഗമായിരുന്നു വേലായുധന്. ഇരിക്കാനോ എഴുന്നേൽക്കാനോ വയ്യാത്ത നിലയിൽ കുറെ കാലമായി ഒരേ കിടപ്പാണെന്ന് വേലായുധൻ സങ്കടപ്പെട്ട് പറഞ്ഞു. തൻ്റെ നീര് വന്ന് വീങ്ങിയിരിക്കുന്ന കാലും ഗുരുദേവനെ കാണിച്ചു. അതെല്ലാം കണ്ടിട്ട് ഗുരുദേവൻ വേലായുധനെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് ഇപ്രകാരം കൽപ്പിച്ചു: കുറച്ചു ദിവസം പതിവായി വാഴക്കഴമ്പ് തിന്നണം. പല മരുന്നും പതിവ് തെറ്റാതെ ഏറെനാൾ സേവിച്ചിട്ടും രോഗത്തിന് ഒരു കുറവും വരാതിരുന്ന വേലായുധൻ ഗുരുദേവൻ കൽപ്പിച്ച പ്രകാരം വാഴക്കഴമ്പ് കുറച്ചു ദിവസം തിന്നു. അപ്പോൾ വലിയ ആശ്വാസമുണ്ടായി. കടുത്ത ശ്വാസം മുട്ടലിനും നല്ല കുറവുണ്ടായി. അനങ്ങാൻ പോലും വയ്യാതിരുന്ന വേലായുധന് ചരിഞ്ഞു കിടക്കാമെന്നായി. പിന്നെ പിന്നെ എഴുന്നേറ്റിരിക്കുവാൻ കഴിഞ്ഞു. കുറെ കൂടി കഴിഞ്ഞപ്പോൾ നടക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ മഹോദര രോഗം വേലായുധന് പൂർണ്ണമായും ഭേദപ്പെട്ടു. അതറിഞ്ഞ ആ നാട്ടിലെ ഒരു പ്രധാന വൈദ്യൻ അടുത്തു വന്നിട്ട് ഗുരുവിനെ നമസ്കരിച്ചു. വൈദ്യൻ: ഒരു സഹായം ചോദിപ്പാനുണ്ട് ഗുരുദേവൻ. ചോദിക്കാമല്ലോ. വൈദ്യൻ: അവിടുന്ന് ഓരോ രോഗത്തിനായി കൽപ്പിക്കുന്ന മരുന്നുകൾ മറ്റു വൈദ്യന്മാർ അതേ രോഗത്തിന് വിധിക്കുമ്പോൾ അതിന് വേണ്ടത്ര ഫലമുണ്ടാകുന്നില്ല. ഗുരുദേവൻ: അതിന് നാം എന്തു ചെയ്യും? വൈദ്യൻ: സ്വാമി, ഈ മരുന്നുകൾ വിധിക്കുമ്പോൾ അതെങ്ങനെ ആശുഫലമായി തീരുന്നുവെന്നറിയുവാൻ ആഗ്രഹമുണ്ട്. ഗുരുദേവൻ മന്ദഹസിച്ചുകൊണ്ട്: അതൊക്കെ ഓരോ മുഹൂർത്ത ചികിത്സകളല്ലേ. ചികിത്സാവിധിയുടെ പാരമ്പര്യ രീതിയിൽപ്പെടാത്ത ചില രഹസ്യങ്ങളുണ്ടെന്ന് അപ്പോൾ വൈദ്യർക്ക് ബോധ്യമായി. അത് ഗുരുക്കന്മാർക്ക് മാത്രം കൈവരുന്നതാണെന്നും. നാരായണ ഗുരുവേ, എൻ്റെ സത്യപ്രകാശമേ, നീ പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ. നാരായണ ഗുരുവേ, എൻ്റെ സത്യപ്രകാശമേ, നീ പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 102 മുഹൂർത്ത ചികിത്സ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.